CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലപ്പുറം കരുളായി പാലങ്കരയിൽ കാട്ടാന കൃഷിയിടത്തിലെ കിണറ്റിൽ വീണു. പാലാങ്കര വലിയ പാലത്തിന് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലെ ആൾമറയില്ലാത്ത കിണറ്റിലാണ് ആന വീണത്. മണ്ണാർക്കാട് താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ്ക്കളുടെ ശല്യം വീണ്ടും രൂക്ഷമാകുന്നു. മണ്ണാർക്കാട് ടൗൺ കേന്ദ്രങ്ങളിലും ഗ്രാമീണ റോഡുകളിലും കൂട്ടമായി തമ്പടിക്കുന്ന നായക്കൂട്ടം കാൽനടയാത്രക്കാർക്കും ഇരുചക്രവാഹന യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയാവുകയാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരിന്തൽമണ്ണ പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കാറിൽ കറങ്ങി നടന്ന് MDMAയും കഞ്ചാവും വിൽപ്പന നടത്തുന്ന സംഘത്തിലെ മുഖ്യ കണ്ണി പിടിയിലായി. ഇയാളിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 5 ഗ്രാം MDMAയും 150 ഗ്രാം കഞ്ചാവും പോലീസ് പിടിച്ചെടുത്തു. രാജ്യത്തെ സെൻസസ് 2027 പ്രവർത്തനങ്ങളുടെ 1ാം ഘട്ടത്തിന് തുടക്കം കുറിച്ച് പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ പ്രവർത്തന സജ്ജമായി. ജില്ലയിലെ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ സ്വന്തം വിവരങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് പദ്ധതിയുടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറം കരുളായി പാലങ്കരയിൽ കാട്ടാന കൃഷിയിടത്തിലെ കിണറ്റിൽ വീണു. പാലാങ്കര വലിയ പാലത്തിന് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലെ ആൾമറയില്ലാത്ത കിണറ്റിലാണ് ആന വീണത്. തുടർന്ന് നാട്ടുകാർ ഉടൻ തന്നെ വനപാലകരെ വിവരമറിയിക്കുകയായിരുന്നു. JCB ഉപയോഗിച്ച് കിണറിന്റെ ഒരു ഭാഗത്തെ മണ്ണുമാറ്റി വ്യാപ്തി കൂട്ടിയാണ് ആനയ്ക്ക് സ്വയം കയറി വരാൻ പാകത്തിൽ വഴിയൊരുക്കിയത്. നീണ്ട പരിശ്രമത്തിനൊടുവിൽ കാട്ടാനയെ സുരക്ഷിതമായി കരക്കെത്തിച്ചു. CCN പെരിന്തൽമണ്ണ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരിന്തൽമണ്ണ പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കാറിൽ കറങ്ങി നടന്ന് MDMAയും കഞ്ചാവും വിൽപ്പന നടത്തുന്ന സംഘത്തിലെ മുഖ്യ കണ്ണി പിടിയിലായി. ഇയാളിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 5 ഗ്രാം MDMAയും 150 ഗ്രാം കഞ്ചാവും പോലീസ് പിടിച്ചെടുത്തു. മങ്കടക്കൂട്ടിൽ സ്വദേശി പട്ടാണി വീട്ടിൽ മുഹമ്മദ് ഫാസിലിനെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 5 ഗ്രാം MDMAയും 150 ഗ്രാം കഞ്ചാവും പോലീസ് പിടിച്ചെടുത്തു. അരക്കുപറമ്പ് മാട്ടറയ്ക്കൽ മലങ്കട മലറോഡിൽ വെച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതി വലയിലായത്. ഓപ്പറേഷൻ തൂഫാൻ ശക്തമാക്കിയതോടെ പ്രധാന ടൗണുകളിൽ നിന്ന് മാറി ലഹരി സംഘങ്ങൾ ഉൾപ്രദേശങ്ങളും ആളൊഴിഞ്ഞ തോട്ടങ്ങളും കേന്ദ്രീകരിക്കുന്നതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ IPSന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ സ്റ്റേഷൻ പരിധിയിൽ പോലീസ് നിരീക്ഷണം കർശനമാക്കിയിരുന്നു. പ്രതികൾ ലഹരി വിൽപ്പനയ്ക്കായി മലയിലേക്ക് കാറിൽ കയറിയതറിഞ്ഞെത്തിയ പോലീസ് സംഘം ഇവരെ വളഞ്ഞ് പിടികൂടുകയായിരുന്നു. പെരിന്തൽമണ്ണ DYSP ലത്തീഫ്, ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ SI അനീഷും
ഡാൻസ് ഓഫ് സ്ക്വാഡും ചേർന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. CCN പെരിന്തൽമണ്ണ. മണ്ണാർക്കാട് താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവ് നായ്ക്കളുടെ ശല്യം വീണ്ടും രൂക്ഷമാകുന്നു. മണ്ണാർക്കാട് ടൗൺ കേന്ദ്രങ്ങളിലും ഗ്രാമീണ റോഡുകളിലും കൂട്ടമായി തമ്പടിക്കുന്ന നായക്കൂട്ടം കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയാവുകയാണ്. ഞങ്ങള് ട്യൂഷൻ പോകുമ്പോ ഇറക്കത്തില് പട്ടികളുണ്ടായിരുന്നപ്പോൾ എന്റെ പിന്നാലെ കൂടി. പിന്നെ വീട്ടിലേക്ക് വന്നു. സ്കൂൾക്കും മദ്രസക്കും പോവാനൊന്നും പറ്റണില്ല, ഫുള്ള് പട്ടികളാണ്. സ്കൂളുകൾ തുറന്നതോടെ കാൽനടയായി പോകുന്ന കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ നായ്ക്കൾ ആക്രമിക്കാൻ പാഞ്ഞടുക്കുന്നത് രക്ഷിതാക്കളിലും വലിയ ആശങ്ക പരത്തുന്നുണ്ട്. മണ്ണാർക്കാട്, കുമരംപുത്തൂർ, തെങ്കര തുടങ്ങി മണ്ണാർക്കാട് താലൂക്കിലെ മുഴുവൻ പഞ്ചായത്തുകളിലെയും ഊടുവഴികളും റോഡുകളും തെരുവുനായ്ക്കൾ കൈയടക്കിയ അവസ്ഥയിലാണ്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ ആകെ പ്രയാസത്തിലാണ്. LKG പഠിക്കുന്ന കുട്ടികളെ തന്നെ സ്കൂളിലേക്ക് രക്ഷിതാക്കൾ കൊടുന്നുവിടുകയും കൊണ്ടുപോകാനും വരികയാണ്. മദ്രസയിലേക്ക് പോകുന്ന കുട്ടികൾ പലവട്ടം തെരുവ് നായ്ക്കൾ ശല്യം ചെയ്യുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നിലവിൽ നമ്മളത് പഞ്ചായത്തിന്റെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പരിഹാരം കാണാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഇതുവരെയായിട്ട് അതിനൊരു പരിഹാരം കണ്ടിട്ടില്ല. എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ജനങ്ങളെല്ലാവരും തെരുവിലിറങ്ങേണ്ട അവസ്ഥയാണ്. മെയ് മാസത്തിൽ മാത്രം 151 പേർക്ക് കടിയേറ്റു. തെരുവുനായ്ക്കളുടെയും വളർത്തുനായ്ക്കളുടെയും കടിയും പോറലുമേറ്റ് ദിനംപ്രതി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ മാത്രം 151 പേരാണ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ശരാശരി ഓരോ മാസവും 100-ലധികം ആളുകൾ നായയുടെ ആക്രമണത്തിന് ഇരയായി ആശുപത്രിയിൽ എത്തുന്നുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയില് ഈ തെരുവ് നായ്ക്കളെ അല്ലെങ്കിൽ പട്ടികള് ഇങ്ങനെ പറയുന്ന പച്ചയിൽ പറയുന്നത് എന്താ വിചാരിച്ചാൽ ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ശല്യമുള്ള ഒരു മൃഗമാണ് ഇപ്പൊ ഇത്. ഈ നായ്ക്കളായിട്ട് ഒരു വീടിന്റെ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് കുട്ടികളായിട്ട് മദ്രസക്കോ സ്കൂളിലേക്കോ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. വീട്ടമ്മമാര് വിളിച്ചിന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് നായ്ക്കൾ, അതായത് 8-10 നായ്ക്കളാണ് ഒരു വാർഡിൽ നിൽക്കുന്നത്. അതൊരു വാർഡിൽ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഒടുത്തല്ല, ഇത് കൂടി വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇതിന് എത്രയും പെട്ടെന്ന് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള ജനപ്രതിനിധികൾ ഇതിനു വേണ്ട അന്ന് കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചാണ് ഇറ്റകളെ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഇറ്റകളെ കൊല്ലണം. കാരണം ഏതെങ്കിലും ഒരു മന്ത്രി, ഏതോ ഒരു കേന്ദ്രമന്ത്രി ഇതിന് മുമ്പത്തെ എപ്പോഴോ പാസ്സാക്കിയാണ് ഈ മൃഗത്തിന്, ഈ നായ്ക്കളെ കൊല്ലാൻ പറ്റുന്നത്. അവർക്കൊക്കെ അവരെ വീട്ടിലിരുന്നാൽ മതി. ഇത് സാധാരണക്കാരന്റെ റോട്ടിൽ കറങ്ങുന്ന ആളുകളെ നേർക്ക് കടിച്ച് പിന്നെ മരിക്കണ കാര്യങ്ങൾ ഇവിടെ എത്ര കേരളത്തിൽ നടന്നാണ്. ഇതിന് സുപ്രീം കോടതി അടക്കം ഇതിനെ കൊല്ലാനുള്ള ഒരു ഓർഡർ ഇട്ടിട്ടുണ്ട്. ഇതൊരു എന്താ ഞാൻ പറയാ, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ആരും ഇതിന് ദേഷ്യപ്പെട്ടിട്ടോ ഇതിന് ആരും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം എന്നോ ഒരു കേന്ദ്രമന്ത്രി പിന്നെ തീരുമാനിച്ച ഇറ്റകളെ കൊല്ലാൻ പറ്റില്ല എന്ന്. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഇറ്റകളെ ഒന്ന് കൊല്ലാനും പറ്റില്ല, ഇറ്റകളെ തല്ലാനും പറ്റില്ല ഈ പറഞ്ഞമാർക്ക്. പക്ഷെ അവർക്കൊക്കെ അവരെ വീട്ടിലിരുന്നാൽ മതി. കഴിഞ്ഞ ദിവസം ചേർന്ന താലൂക്ക് വികസന സമിതി യോഗത്തിലും തെരുവുനായ ശല്യത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന് പൊതുപ്രവർത്തകർ ശക്തമായി ആവശ്യപ്പെട്ടു. തെരുവുനായ്ക്കളെ പിടികൂടി വന്ധ്യംകരിക്കുന്നതിനായി തച്ചമ്പാറയിൽ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ആരംഭിക്കുന്ന ABC സെന്ററിന്റെ നിർമ്മാണ പ്രവൃത്തികൾ വൈകുന്നതിലും യോഗത്തിൽ ആശങ്ക ഉയർന്നു. അതെന്തായാലും ഈ ആഴ്ചയിലുള്ളിൽ അടുത്ത കൗൺസിൽ യോഗത്തിൽ ഇതിനൊരു തീരുമാനം എടുത്തിട്ടേ നടക്കുള്ളൂ. കാരണം എന്താ വിചാരിച്ചു കഴിഞ്ഞാല് ഇതുകൊണ്ട് ഭയങ്കര ശല്യവും കാര്യങ്ങളും ഇതായി. കാരണം ഇപ്പോൾ ഈ സ്റ്റാൻഡിന്റെ ഉള്ളിൽ മാത്രമാണ് കുറച്ച് നായ്ക്കൾ കൂടുതൽ, അല്ലാതെ ഈ മെയിൻ റോട്ടിലും വീടുകളുടെയും ഫ്രണ്ടിലൊക്കെ. ഇന്നിപ്പോൾ ഞാൻ ഒരു വീട്ടമ്മയുടെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെ നായ്ക്കളെ ശല്യമുള്ള ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിന് ഒരു ട്യൂബ് എന്തെങ്കിലും ഇട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടേക്ക് ലൈൻ ഇല്ലാത്തതുകൊണ്ട് അത് പറ്റാത്തൊരു സാധാ പോസ്റ്റിന് ഒരു ട്യൂബ് ഇതിടാൻ പറ്റില്ല. അപ്പോൾ അവിടേക്ക് ലൈന് വലിച്ചിട്ട് ഞാൻ അത് ഇട്ട് കൊടുക്കാം. ഇന്ന് ഞാൻ ഇത് കഴിഞ്ഞാൽ നേരെ മണ്ണാർക്കാട് KCB എയിനെ പോയി കണ്ട് സംസാരിച്ചിട്ട് വേണത്. കാരണം നമ്മൾ ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തി നമ്മൾ ചെയ്യുക. പക്ഷെ ഇതുപോലെ നമ്മൾ പറയണല്ലോ. അതിൽ ചില ആളുകൾ തെറ്റിദ്ധരിക്കും. എന്താ ജലീൽ ഇങ്ങനെ ഇത് എപ്പോഴും ഇങ്ങനെ പല വിധത്തിലും ഇടപെടുന്നിരിക്കണത്. ഇടപെട്ടാലുള്ളൂ കാര്യങ്ങൾ നടക്കുക. CCN മണ്ണാർക്കാട്. കാറൽമണ്ണ ഇളംതുരുത്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നവീകരണ കലശ മഹോത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം. 24 വരെ നടക്കുന്ന പ്രധാന കലശ ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള ആദരണ ചടങ്ങും പ്രാരംഭ കർമ്മങ്ങളും ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്നു.
പെരുന്തട്ട ഋഷികേശൻ സോമയാജിപ്പാടിന്റെയും ക്ഷേത്രം തന്ത്രി അനുരൂപ് കൃഷ്ണൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് നവീകരണ കലശ ചടങ്ങുകൾ നടക്കുന്നത്. മഹോത്സവത്തിന് മുന്നോടിയായി ചൊവ്വാഴ്ച വൈകുന്നേരം മായാ ദിനേശിനെയും കുടുംബത്തെയും പൂർണ്ണ കുംഭത്തോടെ സ്വീകരിച്ചുകൊണ്ട് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. ദേവസ്വം മാനേജർ എം പങ്കജാക്ഷൻ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. തുടർന്ന് നടന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി അനുരൂപ് കൃഷ്ണൻ നമ്പൂതിരി, തെക്കുംപറമ്പത്തുമന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, KS രവികുമാർ എംപ്രാന്തിരി എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ M ദണ്ഡപാണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി മുഖ്യാതിഥിയായിരുന്നു. നവീകരണത്തിന് വേണ്ടിയുള്ള ആദ്യ സംഭാവന ശ്രീമതി മായാ ദിനേശിൽ നിന്നും ഏറ്റുവാങ്ങുന്നത് എന്നാണ് ഞാൻ ഓർക്കുന്നത്. ക്ഷേത്രങ്ങൾ നവീകരിക്കുക, ക്ഷേത്രങ്ങൾ പുതുക്കി പണിയുക, അതല്ലെങ്കിൽ പുതിയൊരു ക്ഷേത്രം തന്നെ നിർമ്മിക്കുക എന്നതൊക്കെ സാധാരണ ഒരു നിർമ്മിതിയല്ല. ഒരു കെട്ടിടം നിർമ്മിക്കുന്നത് പോലുള്ള ഒരു സാധാരണ നിർമ്മാണമല്ല. മനുഷ്യകുലം നിലനിൽക്കുന്നിടത്തോളം കാലം, മണ്ണും മനുഷ്യനും നിലനിൽക്കുന്നിടത്തോളം കാലം മാനവരാശിക്ക് വേണ്ടി നാം നടത്തുന്ന സമർപ്പണമാണ് ക്ഷേത്രങ്ങളുടെ നവീകരണം എന്ന് പറയുന്നത്. മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ M രാമസ്വാമി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറെ ഞാൻ ബഹുമാന്യ ശ്രീ MR മുരളി പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലാണ് 2 വർഷക്കാലം ഈ മലബാർ ദേവസ്വത്തിൽ അംഗമായിരുന്നു. അദ്ദേഹം 4 വർഷം 2 ടേം ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷേത്രങ്ങളുടെ നവീകരണങ്ങളൊക്കെ അല്പം ബാധിച്ചിരുന്നെങ്കിൽ പോലും പിന്നീട് വളരെ ദ്രുതഗതിയിലാണ് മലബാർ ദേവസ്വത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജില്ലയിലും മലബാറിൽ പ്രത്യേകിച്ചും ഒട്ടേറെ ക്ഷേത്രങ്ങൾ നവീകരിക്കുന്നതിനും ഒട്ടേറെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമുള്ള ഒരു വലിയൊരു നേതൃത്വപരമായ പങ്കുവഹിക്കാൻ ബഹുമാന്യ ശ്രീ MR മുരളി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പങ്കാളിയാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ കമ്മിറ്റി മെമ്പർമാരായ KT രാമചന്ദ്രൻ, C പ്രീത, VV നീലകണ്ഠൻ എന്നിവരും 7ാം വാർഡ് കൗൺസിലർ സുമിത്ര വിനോദ് എന്നിവരും പങ്കെടുത്തു. ക്ഷേത്ര പാരമ്പര്യ ട്രസ്റ്റിമാരായ ഭവദാസൻ നമ്പൂതിരി, തൃക്കടീരിമന വാസുദേവൻ നമ്പൂതിരി, പാണ്ടത്തുമന പരമേശ്വരൻ നമ്പൂതിരി എന്നിവരും പങ്കെടുത്തു. ദേവസ്വം ക്ലർക്ക് K രാജു ചടങ്ങിൽ പങ്കെടുത്തവർക്ക് നന്ദിയും പറഞ്ഞു. ജൂൺ 24 നടക്കുന്ന ചടങ്ങുകളോടെ നവീകരണ കലശ മഹോത്സവം സമാപിക്കും.
CCN ചെർപ്പുളശ്ശേരി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ അരിയൂർ പെട്രോൾ പമ്പിന് സമീപം 2 സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. ബുധനാഴ്ച വൈകിട്ടോടെയാണ് അപകടം സംഭവിച്ചത്. മണ്ണാർക്കാട് ഭാഗത്തു നിന്നും ചെർപ്പുളശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സും കോഴിക്കോട് നിന്നും പാലക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ശക്തമായ ആഘാതത്തിൽ ബസ്സുകളുടെ മുൻഭാഗം തകർന്നു. അപകടത്തിൽ പരിക്കേറ്റ മണ്ണാർക്കാട് നെച്ചിത്തൊടി വീട്ടിൽ സർഫിയ, പട്ടാമ്പി പിലാക്കൽ വീട്ടിൽ അലി, കൊണ്ടോട്ടി വിനയംകോടൻ വീട്ടിൽ ഇർഷാദ്, തെങ്കര പടരത്തൊടി വീട്ടിൽ നിത്യ, ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ വീട്ടിൽ മായ എന്നിവരെ ഉടൻ തന്നെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ അല്പസമയം ഗതാഗതം തടസ്സപ്പെട്ടു. CCN ചത്തല്ലൂർ. കാഞ്ഞിരപ്പുഴ ഡാം ടൂറിസം പദ്ധതിയിൽ നിന്ന് പിന്മാറില്ലെന്ന് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനി അധികൃതർ. സംസ്ഥാനത്തെ ഇറിഗേഷൻ ടൂറിസം പദ്ധതിയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കരാറിൽ ഏർപ്പെടുകയും പദ്ധതിക്കായി സ്ഥലം കൈമാറിയിട്ടുമുണ്ട്. പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനുള്ള അനുമതി ആവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിക്ക് കമ്പനി കത്തും നൽകി. ഇനി അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ഉടൻ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു. സ്വകാര്യ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ നയങ്ങളെ ഇല്ലാതാക്കുന്ന തരത്തിൽ ചില ആളുകൾ വിവാദ വാർത്തകൾ സൃഷ്ടിക്കുകയാണെന്നും വിവാദങ്ങളുടെ പേരിൽ കാഞ്ഞിരപ്പുഴ ടൂറിസം പദ്ധതിയിൽ നിന്ന് കമ്പനി പിന്മാറില്ലെന്നും പറഞ്ഞു. സർക്കാരിന്റെ 1 രൂപ പോലും മുതൽ മുടക്കാതെ സ്വകാര്യ നിക്ഷേപത്തിൽ 161 കോടി രൂപ മുടക്കി വലിയ ടൂറിസം പദ്ധതിയാണ് കാഞ്ഞിരപ്പുഴയിൽ നടപ്പിലാക്കുവാൻ പോകുന്നത്. 30 വർഷമാണ് കാലാവധി. സർക്കാരിന് ആകെ വരുമാനത്തിൽ നിന്ന് 18% GST വിഹിതമായും ഇറിഗേഷൻ വകുപ്പിന് 3% വിഹിതവും ഉറപ്പാക്കുന്നതാണ് പദ്ധതി. പദ്ധതിക്കെതിരെ അഴിമതി ആരോപണം ഉയർന്നിരുന്നു. ഇതിനിടെ ഇടുക്കി ജില്ലയിലെ മലങ്കര ഡാമിലും ഭൂതത്താൻകെട്ട് ഡാമിലും ടൂറിസം പദ്ധതിയിൽ അഴിമതി ഉണ്ടെന്ന ആരോപണം ശക്തമായിരുന്നു. എന്നാൽ കാഞ്ഞിരപ്പുഴ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ പരിശോധിക്കുമെന്ന് മന്ത്രി KA തുളസി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. CCN മണ്ണാർക്കാട്. 2026 മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ കേരള ഗ്രാമീണ ബാങ്കിന് റെക്കോർഡ് സാമ്പത്തിക മുന്നേറ്റം. ബാങ്കിന്റെ മൊത്തം ബിസിനസ് 19.72% വളർച്ചയോടെ 65,835 കോടി രൂപയിലെത്തി. നിക്ഷേപങ്ങൾ 32,489 കോടിയായും വായ്പകൾ 33,346 കോടിയായും വർദ്ധിച്ചു. പ്രവർത്തന ലാഭം 119.33% വർദ്ധിച്ച് 940 കോടി രൂപയായപ്പോൾ ബാങ്കിന്റെ അറ്റാദായം 148.08% എന്ന എക്കാലത്തെയും ഉയർന്ന വളർച്ചയോടെ 776 കോടി രൂപയായി ഉയർന്നു. ബാങ്കിന്റെ ആസ്തി ഗുണനിലവാരത്തിലും വൻ പുരോഗതിയുണ്ട്. ഫലപ്രദമായ നിരീക്ഷണത്തിലൂടെ അറ്റ നിഷ്ക്രിയ ആസ്തി 0% നിലനിർത്താൻ ബാങ്കിനായി. മുൻഗണനാ മേഖലാ വായ്പകളിൽ 94.10% കാർഷിക വായ്പകളിൽ 58.10% കൈവരിച്ച് റിസർവ് ബാങ്ക് മാനദണ്ഡങ്ങൾ ബാങ്ക് മറികടന്നു. നിലവിൽ 635 ശാഖകളുള്ള ബാങ്ക് വരും വർഷങ്ങളിൽ ഡിജിറ്റൽ പരിവർത്തനത്തിന് മുൻഗണന നൽകുമെന്ന് ചെയർപേഴ്സൺ സെക്രട്ടേറിയറ്റ് അറിയിച്ചു. CCN മലപ്പുറം. രാജ്യത്തെ സെൻസസ് 2027 പ്രവർത്തനങ്ങളുടെ 1ാം ഘട്ടത്തിന് തുടക്കം കുറിച്ച് പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ പ്രവർത്തന സജ്ജമായി. ജില്ലയിലെ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ സ്വന്തം വിവരങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് പദ്ധതിയുടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുജനങ്ങളെ ഈ പ്രക്രിയയിൽ സഹായിക്കുന്നതിനായി കളക്ടറേറ്റ് പരിസരത്ത് പ്രത്യേക ഹെൽപ്പ് ഡെസ്കും സജ്ജീകരിച്ചിട്ടുണ്ട്. ജില്ലയിലെ സെൻസസ് നടത്തിപ്പിന്റെ വിശദമായ പ്ലാൻ അടങ്ങിയ ഹാൻഡ്ബുക്കിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. ADM CS രാജേഷ്, അഡീഷണൽ സെൻസസ് ഓഫീസർമാർ തുടങ്ങിയ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പൊതുജനങ്ങൾ എന്ന ഔദ്യോഗിക സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ വഴി വിവരങ്ങൾ രേഖപ്പെടുത്തി സെൻസസ് പ്രവർത്തനങ്ങളുമായി പൂർണ്ണമായി സഹകരിക്കണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ. നമ്മുടെ സെൻസസ് 2027 ഭാഗമായിട്ട് ഇന്ന് മുതൽ നമ്മുടെ സംസ്ഥാന കേരളത്തിൽ സെൻസസിൻ്റെ സെൽഫ് എന്യൂമറേഷൻ ആക്ടിവിറ്റി തുടങ്ങിയതാണ്. അതിൻ്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് അടുത്ത 15 ദിവസം, ഇന്ന് മുതൽ അടുത്ത 15 ദിവസം എല്ലാ ജനങ്ങൾ ഓൺലൈൻ പോർട്ടലിൽ പോയിട്ട് സെൽഫ് എന്യൂമറേഷനിൻ്റെ കാര്യം പൂർത്തിയാക്കണം. അത് എൻ്റെ അപ്പീലാണ്. അതിൻ്റെ ഗുണം പറഞ്ഞാൽ നമുക്ക്
1 ജൂലൈ മുതൽ നമ്മുടെ എന്യൂമറേറ്റേഴ്സ് ഹൗസ് വിസിറ്റ് ചെയ്യും. അത് നമുക്ക് കൃത്യമായിട്ട് ഡേറ്റ കിട്ടും. പെട്ടെന്ന് ഈ എന്യൂമറേഷനിൻ്റെ കാര്യം നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ എല്ലാ മലപ്പുറം വാസിയിൽ എൻ്റെ ഒരു അപ്പീലാണ്, അടുത്ത 15 ദിവസം സെൽഫ് എന്യൂമറേഷനിൻ്റെ കാര്യം കൃത്യമായിട്ട് നമുക്ക് ചെയ്യണം. താങ്ക് യു. വീടുകളുടെ അവസ്ഥ, ലഭ്യമായ സൗകര്യങ്ങൾ, കുടുംബത്തിന്റെ ആസ്തികൾ എന്നിവയുമായി ബന്ധപ്പെട്ട 34 ചോദ്യങ്ങൾക്കാണ് പോർട്ടലിൽ മറുപടി നൽകേണ്ടത്. മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളിൽ വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സൗകര്യം ഇതിലുണ്ട്. പൊതുജനങ്ങൾക്ക് വളരെ ലളിതമായ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും. ആദ്യം ഔദ്യോഗിക സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ സന്ദർശിച്ച് സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം ഗൃഹനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകണം. ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒരു വീടിന്റെ വിവരങ്ങൾ മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. തുടർന്ന് മൊബൈലിൽ ലഭിക്കുന്ന OTP ഉപയോഗിച്ച് വെരിഫിക്കേഷൻ പൂർത്തിയാക്കി അനുയോജ്യമായ ഭാഷ തിരഞ്ഞെടുക്കാം. അതിനുശേഷം ജില്ല, വില്ലേജ് അല്ലെങ്കിൽ ടൗൺ, വാർഡ് എന്നിവ നൽകി സ്ക്രീനിൽ തെളിയുന്ന ഭൂപടത്തിൽ നിന്നും വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൃത്യമായി അടയാളപ്പെടുത്തണം. തുടർന്ന് കെട്ടിടത്തിന്റെ അവസ്ഥ, കുടിവെള്ള സ്രോതസ്, വൈദ്യുതി, ശുചിമുറി സൗകര്യം, വീട്ടിലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ, വാഹനങ്ങൾ, കുടുംബത്തിന്റെ പ്രധാന ഭക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട 34 ചോദ്യങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കണം. വിവരങ്ങളെല്ലാം നൽകിക്കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി പരിശോധിച്ച് തെറ്റുകളില്ലെന്ന് ഉറപ്പുവരുത്തി സബ്മിറ്റ് ചെയ്യാം. വിവരങ്ങൾ വിജയകരമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ H എന്ന് ആരംഭിക്കുന്ന 11 അക്ക സെൽഫ് എന്യൂമറേഷൻ ID പൊതുജനങ്ങളുടെ മൊബൈലിലും ഇമെയിലിലും ലഭിക്കും. ജൂലൈ 1 ശേഷം സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തുമ്പോൾ ഈ 11 അക്ക നമ്പർ മാത്രം കൈമാറിയാൽ മതിയാകും. ഓൺലൈനായി നൽകിയ വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് ഉദ്യോഗസ്ഥർ വീട്ടിൽ വരുമ്പോൾ അത് തിരുത്തി നൽകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അന്തിമ പരിശോധനയ്ക്ക് ശേഷമേ ഈ വിവരങ്ങൾ ഔദ്യോഗിക ഡാറ്റാബേസിലേക്ക് മാറ്റുകയുള്ളൂ എന്നും അധികൃതർ അറിയിച്ചു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലപ്പുറം കരുളായി പാലങ്കരയിൽ കാട്ടാന കൃഷിയിടത്തിലെ കിണറ്റിൽ വീണു. പാലാങ്കര വലിയ പാലത്തിന് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലെ ആൾമറയില്ലാത്ത കിണറ്റിലാണ് ആന വീണത്. മണ്ണാർക്കാട് താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ്ക്കളുടെ ശല്യം വീണ്ടും രൂക്ഷമാകുന്നു. മണ്ണാർക്കാട് ടൗൺ കേന്ദ്രങ്ങളിലും ഗ്രാമീണ റോഡുകളിലും കൂട്ടമായി തമ്പടിക്കുന്ന നായക്കൂട്ടം കാൽനടയാത്രക്കാർക്കും ഇരുചക്രവാഹന യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയാവുകയാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരിന്തൽമണ്ണ പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കാറിൽ കറങ്ങി നടന്ന് MDMAയും കഞ്ചാവും വിൽപ്പന നടത്തുന്ന സംഘത്തിലെ മുഖ്യ കണ്ണി പിടിയിലായി. ഇയാളിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 5 ഗ്രാം MDMAയും 150 ഗ്രാം കഞ്ചാവും പോലീസ് പിടിച്ചെടുത്തു. രാജ്യത്തെ സെൻസസ് 2027 പ്രവർത്തനങ്ങളുടെ 1ാം ഘട്ടത്തിന് തുടക്കം കുറിച്ച് പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ പ്രവർത്തന സജ്ജമായി. ജില്ലയിലെ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ സ്വന്തം വിവരങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് പദ്ധതിയുടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.